പ്രിയമുള്ളവർ, ഒരു സെക്കൻഡ് കൊണ്ട് മാത്രം നേടിയെടുക്കാവുന്ന ഈ അറിവിന് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആധ്യാത്മികത എന്ന് പറയുന്നത് വളരെ നിസ്സാരം. ഞാനിതല്ല, ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന അറിവിലേക്ക് നമ്മുടെ ദൃഷ്ടി പതിയണം. ദാറ്റ്സ് ഓൾ. പക്ഷേ നമ്മുടെ ദൃഷ്ടി എവിടെയാണ് പതിഞ്ഞിരിക്കുന്നത്? ഞാനിൽ, നമ്മളിലെ ഞാനിൽ. ഓരോരുത്തരും തന്നെ അറിയുന്നതിന് പകരം താൻ ഇന്നാരാണെന്ന് മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് ജീവിക്കുകയാണ്, അല്ലേ? ഞാൻ ആരാണെന്ന് അറിയുന്നതിന് പകരം ഞാൻ ആരാണെന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ വെടിതീരുകയും ചെയ്യും, അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നാരാണ്, ആനയാണ്, പൂനയാണ്, ചക്കക്കുരുവാണ്, മന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണ്, ഈ തരത്തിൽ ഞാൻ ആരാണ് എന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ നിരന്തരമായിട്ട് പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ആരാണെന്ന് ഒരാൾ പോലും തിരിച്ചറിയുന്നില്ല. ഞാൻ ആരാണെന്നറിയണമെങ്കിൽ നമ്മുടെ ദൃഷ്ടി ഉള്ളിലേക്ക് തിരിയണം. തൻ്റെ ഉള്ളിൽ താനായിരിക്കുന്ന തൻ്റെ യഥാർത്ഥ സ്വരൂപം, ആ സാക്ഷി ചൈതന്യം, എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, തന്നിലെ യഥാർത്ഥ ഞാൻ, തന്നിലെ താൻ. ആരാണത്? ഈശ്വരൻ, സർവേശ്വര ചൈതന്യം. എന്തുകൊണ്ടാണ് ഈശ്വരൻ എന്ന് പറയുന്നത്? എല്ലാത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആ ചൈതന്യമാണ്. അത് സർവവ്യാപി, എന്നിലും അവനിലും അവളിലും, ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസൽമാനിലും സർവചരാചരങ്ങളിൽ കൂടിയും വ്യാപിച്ചിരിക്കുന്ന അന്തര്യാമി ഈശ്വരൻ, തന്നിലെ താൻ. പക്ഷേ നമ്മളെങ്ങനെ ഇരിക്കുന്നത്? തന്നിൽ ഞാനായിട്ടിരിക്കുകയാണ്. ഞാൻ കുട്ടപ്പൻ, ഗോപാലകൃഷ്ണൻ, ഹിന്ദു, ക്രിസ്ത്യൻ, മുസൽമാൻ, ഈ തരത്തിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ പോലും ആ അറിവ് നിലയിൽ നിന്ന് നാം മാറുന്നില്ല. എത്ര കേട്ടാലും മാറുന്നില്ല. ഈ തരത്തിലുള്ള പ്രഭാഷണങ്ങൾ എത്ര കേട്ട് കഴിഞ്ഞാലും നമ്മൾ തിരിച്ച് നടന്നു പോകുന്നത് ഞാനായിട്ട് തന്നെയാണ്. ജീവിക്കുന്നത് മുഴുവനും ഞാനായിട്ട് തന്നെയാണ്. ആ ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് മാറ്റണം. നാമരൂപരഹിതമായ തന്നിലെ താൻ, തന്നിലെ ഞാൻ നാമരൂപസഹിതം, അല്ലേ? ഞാൻ കുട്ടപ്പൻ, ഗോപാലകൃഷ്ണൻ, ദുർഗാനന്ദ സരസ്വതി എന്നൊക്കെ പറയുന്നതൊക്കെ മിഥ്യ, അതൊന്നും സത്യമല്ല. ഇപ്പോൾ ഒരു പുതിയ സന്യാസി വന്നിരിക്കുന്നു, നമ്മുടെ പഴയ ഒരു ശിഷ്യനാണ്, മണികണ്ഠാനന്ദ, അല്ലേ? ഈ വേഷം മാറിയത് കൊണ്ടൊന്നും രക്ഷയില്ല, ഒരു രക്ഷയും കിട്ടില്ല. നിങ്ങളോടൊക്കെ വേഷം മാറാൻ പറയുന്നുണ്ട്, ഒരു വേഷവും മാറണ്ട. കുടുംബത്തിലിരുന്നു കൊണ്ട്, ഗൃഹസ്ഥാശ്രമത്തിലിരുന്നു കൊണ്ട് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അറിവിനെ നിങ്ങളുടെ ഉള്ളിൽ സ്വായത്തമാക്കണം. ഞാനെന്ന് പറയുന്നത് ഈ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ നായരോ ഈഴവനോ അല്ല. ഞാൻ ആ സാക്ഷി ചൈതന്യം, നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് എന്നിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതെന്നിൽ മാത്രമല്ല, അവനിലും അവളിലും ഹിന്ദുവിലും ക്രിസ്ത്യാനികളിലും സർവചരാചരങ്ങളിൽ കൂടിയും വ്യാപിച്ചിരിക്കുന്ന ഏകനായ ഈശ്വരൻ. ആ ഈശ്വര ഭാവത്തിലേക്ക്
നിങ്ങൾ നിങ്ങളെ എന്നും മാറ്റി പ്രതിഷ്ഠിക്കുന്നുവോ അന്നു മാത്രമേ നിങ്ങളിൽ ആധ്യാത്മികത ഉണ്ടാവുന്നുള്ളൂ. അതല്ലാതെ ഈ വേഷം മാറിയത് കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. വേഷം മാറാൻ കഴിയാത്ത ആളുകൾ വിചാരിക്കും, മറ്റേയാൾ സ്വാമിയായി, ഭാഗ്യം തന്നെ, ഗോപി വേഷം മാറിയതുകൊണ്ട് ഗോപി. വേഷം മാറിയാലൊന്നും കിട്ടില്ല. അതുകൊണ്ട് സന്യാസികളെ കണ്ട് നമ്മൾ ചെറുതാണല്ലോ എന്ന് വിചാരിക്കരുത്. സന്യാസി ഒന്നും ആകേണ്ട കാര്യമില്ല. കുടുംബത്തിലിരുന്നു കൊണ്ട്, ഗൃഹസ്ഥാശ്രമത്തിലിരുന്നു കൊണ്ട് നിങ്ങളെ ഉദ്ധരിപ്പിക്കണം. ഫ്രം ദ ഞാൻ ഭാവ ടു ദ താൻ ഭാവ. താൻ നിങ്ങളുടെ ഉള്ളിലിരിക്കുകയല്ലേ. ഒരുത്തരുടെയും അനുവാദം വേണ്ട. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അനുവാദം വേണ്ട, ഭർത്താവിന് ഭാര്യയുടെ അനുവാദം വേണ്ട, എങ്ങും പോകണ്ട. ഈ അറിവ് നിങ്ങൾ സ്വായത്തമാക്കുക. കേൾക്കുന്നില്ലേ? ആ കേൾക്കുന്ന അറിവ് നിങ്ങളിൽ തന്നെ നടപ്പിൽ വരുത്തണം. എങ്ങനെ നടപ്പിൽ വരുത്തേണ്ടത്? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഗോമതിയല്ല, കുട്ടപ്പനല്ല, പിന്നെ നാമരൂപരഹിതമായ എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്ത്യവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യത്തെ നിങ്ങൾ കാണാതെ കാണണം. നിങ്ങളുടെ മനസ്സിൽ ഇതിനെ കാണണം. ആ സാക്ഷി ചൈതന്യത്തെ കാണണം. എന്നിട്ട് സ്വയം ഉറപ്പ് വരുത്തണം, യെസ് ഐ എം ദാറ്റ്. ഈ ജാഗ്രത അവസ്ഥയിലെ വിശ്വനോ സ്വപ്നാവസ്ഥയിലെ തൈജസനോ പ്രാജ്ഞനോ അല്ല ആ സാക്ഷി ചൈതന്യം, ആ തുരീയൻ. ജാഗ്രത സ്വപ്ന സുഷുപ്തി തുരീയൻ. ആ ഭാവമാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, എന്നിലെ താൻ എന്ന് സ്വയം ബോധിച്ച് ആരാണോ തൻ്റെ ശ്രദ്ധയെ അതിൽ തന്നെ സദാ നിർത്തിക്കൊണ്ട് ഞാൻ ഭാവത്തിൽ ജീവിക്കുന്നത്. ഞാൻ ഭാവത്തിൽ തന്നെ എപ്പോഴും ജീവിക്കണം. ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സ്വാമി ഞാൻ ഭാവത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സ്വാമി എന്ന് പറയുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും സർവചരാചരങ്ങളുടെ ഉള്ളിൽ കൂടിയും കടന്നു പോകുന്ന ആ നാമരൂപരഹിതമായ ഏകേശ്വര ചൈതന്യം, ആ സർവാന്തര്യാമി, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് ഞാൻ ഭാവത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും തൻ്റെ ഉള്ളിൽ ആ ബോധം ഉണ്ടായിരിക്കണം. ആ ബോധതലത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഉദ്ധരിപ്പിക്കണം. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്, ഉദ്ധരേതാത്മനാത്മാനം. അവനവൻ തന്നെ അവനവനെ ഉദ്ധരിപ്പിച്ച് സദാസമയവും ആ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ നിർത്തിക്കൊണ്ട് ഞാൻ ഭാവത്തിൽ യുദ്ധം ചെയ്യണം. കർമ്മത്തിലേർപ്പെടണം. എല്ലാ കർമ്മങ്ങളിലും ഏർപ്പെടണം. ഒരു കർമ്മത്തിൽ നിന്നും ഒഴിയണ്ട. ഗൃഹസ്ഥാശ്രമത്തിൽ ഏതെല്ലാം കർമ്മങ്ങളിൽ വ്യാപരിക്കാൻ നമ്മൾ വിധിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം യാതൊരാക്ഷേപവും കൂടാതെ നിങ്ങൾക്ക് ചെയ്യാം. അതിനൊന്നും നിങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല. അതൊക്കെ നിങ്ങൾക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന വിഹിത കർമ്മങ്ങളാണ് ഓരോരോ ആശ്രമത്തിലും. അതിലിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ ഉദ്ധരിപ്പിക്കണം. ഈ കർമ്മങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യം. അതാണ് കഴിഞ്ഞ മന്ത്രങ്ങളിലൂടെ എല്ലാം ശങ്കരാചാര്യ സ്വാമികൾ ഈ അദ്വൈതാനുഭൂതിയിലൂടെ നമ്മെ ബോധിപ്പിച്ചു തന്നത്. അവസാനത്തെ മന്ത്രങ്ങളിൽ കയറിൻ്റെ കാര്യം, രജ്ജു സർപ്പത്തെക്കുറിച്ച് ഉദാഹരണമാക്കി കാണിച്ചുകൊണ്ട് ആ സർപ്പദൃഷ്ടാന്തം, കയറിനെ അറിയാതിരിക്കുന്നിടത്തോളം കാലം കയറിൽ ഉള്ളതുപോലെ കാണപ്പെട്ട സർപ്പം ഉള്ളതേ അല്ല, ഉള്ളതുപോലെ കാണപ്പെട്ടതാണ്.
അതുപോലെ നിങ്ങളിൽ ഉള്ളതുപോലെ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലെ ഞാൻ ആ കയറിൽ കാണപ്പെട്ട സർപ്പം പോലെ ഉള്ളതേ അല്ല, മിഥ്യ. നിങ്ങളിലെ ഞാൻ, അത് സന്യാസിയായാലും മിഥ്യ, ഗൃഹസ്ഥനായാലും മിഥ്യ, വൈശ്യൻ, ശൂദ്രൻ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ എല്ലാം മിഥ്യ. ഏതാ സത്യമായിട്ടുള്ളത്? ആ സാക്ഷി ചൈതന്യം. സന്യാസിയിലെയും സാക്ഷി ചൈതന്യം, ഗൃഹസ്ഥനിലെയും സാക്ഷി ചൈതന്യം, ഹിന്ദുവിലെയും സാക്ഷി ചൈതന്യം, ക്രിസ്ത്യാനിയിലെയും സാക്ഷി ചൈതന്യം, മുസൽമാനിലെയും സാക്ഷി ചൈതന്യം, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാദികളിലെ ആ സാക്ഷി ചൈതന്യം, അതാണ് ഏകമായ ഈശ്വരൻ. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി കർമാധ്യക്ഷഃ സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സാക്ഷി ഛേദ കേവലോ നിർഗുണശ്ച. എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ. നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപമായിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടായിട്ടും നിങ്ങളറിയാതെ കയറിൽ കണ്ട സർപ്പം പോലെ നിങ്ങൾ ഇഴഞ്ഞു നടക്കുകയാണ്. കുറച്ച് പറയുകയല്ല, സർപ്പത്തിൻ്റെ ജോലി ഇഴഞ്ഞു നടക്കലാണ്. നമ്മളെല്ലാം ഇഴജന്തുക്കളെ പോലെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സർപ്പത്തിനാധാരമായിരിക്കുന്ന കയറാണ്. സർപ്പത്തെ അറിയാത്തത് കൊണ്ട് അതിലുള്ളതുപോലെ കാണപ്പെട്ട സർപ്പം. അതുപോലെയാണ് എന്നിലെ സത്യത്തെ അറിയാതിരിക്കുന്നത് കൊണ്ട് എന്നിലുള്ളതുപോലെ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ജീവാത്മാവായിരിക്കുന്ന എന്നിലെ ഞാൻ. അത് നാമരൂപധാരിയായിട്ടിരിക്കുന്നു. അതിനെ നാം പോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അഭിമാനത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ അറിയിക്കാനായിട്ട് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കഴിഞ്ഞ ജീവിതം മുഴുവനും അതിനു വേണ്ടി അർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ആരാണെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കാം എന്നുള്ള ഭാവത്തിൽ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ കാണിച്ചു കൊടുത്തുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നിരന്തരം പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തർത്ഥം? ആലോചിച്ച് നോക്കൂ, എന്തർത്ഥമാണ് അതിനുള്ളത്? ആ ഇല്ലാത്ത ഞാനിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി നാം ഈ ജീവിതത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, വ്യർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ? ആലോചിച്ച് നോക്കൂ. ഓരോരുത്തരും ആ ഇല്ലാത്ത ഞാനിൻ്റെ വൈഭവം മറ്റുള്ളവരിൽ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നാം ഇങ്ങനെ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ സത്യസ്വരൂപം നമ്മെ നോക്കി ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ ഉള്ളിൽ എത്ര കാലമായിട്ട്, എത്ര ജന്മമായിട്ട് ഞാൻ കാത്തിരിക്കുന്നു ഇവൻ്റെ ദൃഷ്ടി എന്നിലേക്കൊന്ന് പതിയാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം നിങ്ങളുടെ ഉള്ളിലിരുന്ന് ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര ജന്മമായിട്ട് ഈ ശരീരത്തിനകത്ത് ഞാൻ ഇവൻ്റെ ശ്രദ്ധ ഒന്ന് തിരിയുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇല്ല, തിരിയുന്നില്ല. ഇപ്പോഴും ഉണ്ടക്കണ്ണുമായിട്ട് വെളിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. പരാഞ്ചിഖാനി വ്യതൃണത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മൻ. ദൈവത്തിൻ്റെ സൃഷ്ടി അങ്ങനെയാണ്. ഇന്ദ്രിയങ്ങളെല്ലാം വെളിയിലേക്ക്, കണ്ണ് വെളിയിലേക്ക്, കാത് വെളിയിലേക്ക്, മൂക്ക് വെളിയിലേക്ക്, എന്തുണ്ടെങ്കിലും നമ്മൾ മണത്ത് പിടിക്കും. ഇല്ലേ? പള്ളിക്കൂടത്തിൽ നിന്നൊക്കെ പിള്ളേർ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഉടനെ പറയും, അമ്മ മുറുക്ക് കിട്ടു, മുറുക്കുണ്ട്. ഇല്ലേ? കാരണം മൂക്ക് മുറുക്ക് പിടിച്ചിരിക്കുന്നു, മുറുക്കിൻ്റെ മണം പിടിച്ചിരിക്കുന്നു. നെയ്യപ്പം ചുട്ടാൽ ഉടനെ കുട്ടി പറയും നെയ്യപ്പം എന്നുണ്ട്. അതുപോലെ കണ്ണ് ഒന്നും വിടുകയില്ല. നമ്മുടെ വീടിന് ചുറ്റുപാടുമുള്ള സർവവും എല്ലാം ക്യാമറ പിടിക്കും പോലെ എല്ലാം പിടിച്ചിരിക്കും. അല്ലേ?
ഒളിച്ചും പാത്തും മറ്റുള്ളവർക്ക് ഒന്നും ചെയ്യാൻ ഒക്കില്ല. നമ്മുടെ ഒരു ദൃഷ്ടി എപ്പോഴും മറ്റുള്ളവരിലായിരിക്കും. അതുപോലെയാണ് കണ്ണ്, കാത്, മൂക്ക്, സർവേന്ദ്രിയങ്ങളും എല്ലാം വെളിയിലേക്ക് തിരിച്ചാണ് ഫിറ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ന പശ്യതി അന്തരാത്മൻ, ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യത്തെ കാണുന്നില്ല. ആ ആത്മചൈതന്യത്തെ കാണുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ ദൃഷ്ടിയെ ഉള്ളിലേക്ക് തിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സത്സംഗങ്ങളിലൂടെ എല്ലാം ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഉള്ളിലേക്ക് നോക്കൂ. ആത്മാനം സതതം ജ്ഞാത്വാ കാലം നയ മഹാമതേ. തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ആത്മചൈതന്യത്തെക്കുറിച്ച് ബോധവാനായി ഇനിയുള്ള ജീവിതം. എത്ര സമയമുണ്ടിനി? വളരെ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പേ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം തീരും. ഇനിയും കുറേ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ പെട്ടെന്നായിരിക്കും നമ്മുടെ പേര് വരുന്നത്. അല്ലേ, എപ്പോഴാണെന്ന് പറയാനൊക്കില്ല. കണ്ണടച്ചു തുറക്കുന്ന നമ്മൾ ഓരോ ദിവസവും പത്രം നോക്കിയാൽ അയ്യോ അദ്ദേഹം മരിച്ചുപോയോ, വളരെ പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഞാനെന്ന് പറയുന്നത് ഈ നാം താലോലിച്ചു കൊണ്ടിരിക്കുന്ന എന്നിലെ ഈ ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യം, എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, അത് എന്നിൽ മാത്രമല്ല സർവരിൽ കൂടിയും കടന്നു പോകുന്ന, ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ മത്തഃ പരതരം ന അന്യത് കിഞ്ചിലസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. എല്ലാം, ഈ പ്രപഞ്ചത്തിലെ സർവവും ഞാനാകുന്ന ഈ സൂത്രത്താൽ കോർക്കപ്പെട്ടിരിക്കുന്നു. ആ ഞാൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന തന്നിലെ താൻ ആരാ? ഈശ്വരൻ. ആ ഈശ്വരാന്വേഷണത്തിന് നിങ്ങൾ എന്തെല്ലാം നടത്തുന്നുണ്ട്, എവിടെല്ലാം പോകുന്നുണ്ട്, അവിടെ ഒന്നും പോയാൽ ഈശ്വരനെ കാണാനൊക്കില്ല. തൻ്റെ ഉള്ളിലിരിക്കുന്ന തന്നിലെ താനിനെക്കുറിച്ച് ബോധവാനായി നിങ്ങൾ സ്വയം താനായിട്ട് മാറുമ്പോൾ ഈശ്വരീയതയിലേക്ക് നിങ്ങൾ സ്വയം ഉയരും. എന്ന് പറഞ്ഞാൽ ഈശ്വരനായിട്ട് മാറും. അതല്ലേ വേദം ഉദ്ഘോഷിക്കുന്നത്, തത് ത്വമസി, നീ അതാവുന്നു. ഏത്? ആ ഈശ്വര ചൈതന്യം, ആ ബ്രഹ്മം. ആ ബ്രഹ്മം തന്നെയാണ് മായോപഹിത ചൈതന്യമായിട്ട് ഈശ്വര നാമത്തിൽ അറിയപ്പെടുന്നത്. ബ്രഹ്മം തന്നെ, നിർഗുണസ്വരൂപം, നിരാകാര സ്വരൂപം, എല്ലാത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ ശക്തി, അതിലാണ് ഇതെല്ലാം ഉള്ളതുപോലെ കാണപ്പെടുന്നത്. പക്ഷേ നമ്മൾ അറിയുന്നില്ല. ഏതുപോലെയാണ് അവസ്ഥ? സമുദ്രത്തിൽ കിടക്കുന്ന മീൻ ചോദിക്കുകയാണ്, സമുദ്രമെന്ന് പറയുന്നത് എവിടെയാണ്? സമുദ്രമെന്ന് പറയുന്നത് എന്താണ്? മീൻ ചോദിക്കുകയാണ്, സമുദ്രം എന്താണ്? സമുദ്രമെന്ന് പറയുന്നത് എവിടെയാണ്? അത് കിടക്കുന്നത് സമുദ്രത്തിലാണ്. അത് ജനിക്കുന്നതും ജീവിക്കുന്നതും ഒടുങ്ങുന്നതും സമുദ്രത്തിലാണ്. അതുപോലെ നമ്മളെല്ലാവരും ആ ബ്രഹ്മത്തിലാണ് ഉണ്ടാകുന്നത്, നിലനിൽക്കുന്നത്, ഒടുങ്ങുന്നത്. ആ നിലനിൽക്കുന്ന അവസരത്തിൽ തൻ്റെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന ആ ബ്രഹ്മത്തെക്കുറിച്ച് ബോധവാനായി, ആ ബ്രഹ്മമാണ് എന്നിലെ താനായിട്ട്, എന്നിൽ സാക്ഷി ചൈതന്യമായിട്ട് സ്വയം പ്രകാശിച്ചു നിൽക്കുന്നത് എന്ന് തിരിച്ചറിവിലൂടെ ബോധിച്ച് അതിൽ ഉള്ളതുപോലെ കാണപ്പെടുന്ന ഞാൻ ഭാവത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തരും തൻ്റെ ശ്രദ്ധയെ അതിൽ നിന്ന് വിടർത്തി ആ താൻ ഭാവത്തുമായിട്ട് യോജിപ്പിക്കണം. ദറ്റ് ഈസ് കാൾഡ് യോഗ. അത്
ഈ മനുഷ്യ ജന്മത്തിൽ ആർക്ക് സാധിക്കുന്നുവോ? ആർക്കാ സാധിക്കുന്നത്? ആർക്കും. വെദർ യു ആർ എ ഹിന്ദു, ആർ എ ക്രിസ്ത്യൻ, ആർ എ മുസൽമാൻ, ഒരു പ്രത്യേകതയുമില്ല. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഒരു പ്രത്യേകതയുമില്ല. മനുഷ്യനാണോ, മനുഷ്യ ശരീരത്തിലാണോ നീ ജീവിക്കുന്നത്, സർവ്വ ആളുകൾക്കും, നീ അമേരിക്കക്കാരനായാലും ശരി, ആഫ്രിക്കക്കാരനായാലും ശരി, പാകിസ്ഥാൻകാരനായാലും ശരി, അറബി ആയാലും ശരി, ഈ അറിവിലേക്ക് എന്നാണോ നീ നിന്നെ ഉയർത്തുന്നത് അന്ന് മാത്രമാണ് നിനക്ക് മോക്ഷം ലഭിക്കുന്നത്. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി ജനിക്കാതിരിക്കുന്ന അവസ്ഥ. ജനിക്കാതിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണം. എങ്ങനെയാ മരിക്കാതിരിക്കുന്നത്? ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനെന്ന് പറയുന്നത് ഈ മരണ സ്വഭാവത്തോടു കൂടിയ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. മരണ സ്വഭാവമില്ലാത്ത, ഒരിക്കലും മരിക്കാത്ത അമരസ്വരൂപിയായ എന്നിലെ താനാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആരാണോ തൻ്റെ ശ്രദ്ധയെ ഞാനിൽ നിന്ന് താനിലേക്ക് മാറ്റി അതുമായിട്ട് യോജിപ്പിക്കുന്നത് അവൻ മരണമില്ലാത്തവനായിത്തീരുന്നു. ഇത് ചുമ്മാ കാണാതെ പഠിക്കാൻ വേണ്ടി പറയുന്നതല്ല. കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ സ്വാംശീകരിക്കപ്പെടണം. അതാണ് സത്സംഗം കൊണ്ടുള്ള പ്രയോജനം. കേൾക്കുന്നത് കാണാതെ പഠിക്കാനൊന്നുമില്ല. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ആ താൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ മരണമില്ലാത്ത അമരസ്വരൂപം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എത്ര ജന്മങ്ങളായിട്ട് ഇതുവരെയും നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ അങ്ങോട്ട് തിരിച്ചിട്ടില്ല. ഇപ്പോഴും നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും ഞാൻ ഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. സർക്കസിൽ കണ്ടിട്ടില്ലേ? ട്രപ്പീസ് കളിയിൽ ഒരു ഊഞ്ഞാലിൽ നിന്ന് മറ്റൊരു ഊഞ്ഞാലിലേക്ക്, ഞാൻ ഭാവമാകുന്ന ഊഞ്ഞാലിൽ നിന്ന് താൻ ഭാവമാകുന്ന ഊഞ്ഞാലിലേക്ക് മാറണമെങ്കിൽ ഇവിടുത്തെ പിടിവിടണം. രണ്ട് ഊഞ്ഞാലും ഇങ്ങനെ ആടി വരുന്നുണ്ട്. ഇവിടുന്ന് ഊഞ്ഞാലാടി വരുന്നുണ്ട്, അതിലൊരാൾ കാല് പിണച്ച് തൂങ്ങിക്കിടക്കുന്നു, മറ്റേ ഊഞ്ഞാലിലും ഒരാൾ കാല് പിണച്ച് തൂങ്ങിക്കിടക്കുന്നു. രണ്ട് ഊഞ്ഞാലും ആടുന്നു. രണ്ട് ഊഞ്ഞാലും ആടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരാൾ ഈ ഊഞ്ഞാലിൽ നിന്ന് ആ ഊഞ്ഞാലിലേക്ക് മാറുന്നുണ്ട്, അല്ലെങ്കിൽ പിടിച്ചു മാറ്റുന്നുണ്ട്. അതിലേക്ക് അയാളുടെ കയ്യിലേക്ക് ഇയാൾ തൂങ്ങി ആടുന്നുണ്ട്. എന്തുമാകാം. അഭ്യാസം കൊണ്ട് എല്ലാം നേടാൻ സാധിക്കും. അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച. അതുപോലെ നിങ്ങളും ഞാനാകുന്ന ആ ഊഞ്ഞാലിൽ നിന്ന് താനാകുന്ന തന്നിൽ തന്നെയുള്ള ആ ഊഞ്ഞാലിലേക്ക് സ്ഥാനമാറ്റം നടത്തണം. വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സർക്കസ് ഉണ്ട്, പോയി കണ്ടോളൂ. അല്ലേ? ബോംബെ സർക്കസ് കിഴക്കേക്കോട്ടയിൽ നടക്കുന്നുണ്ട്. ഊഞ്ഞാൽ മാറ്റം എങ്ങനെയാണെന്നുള്ളത് വേണമെങ്കിൽ അത് നോക്കാം. അതുപോലെ മാറാനൊക്കില്ല. അതുപോലെ നിങ്ങളിലെ ഞാൻ ഭാവമാകുന്ന ഊഞ്ഞാലിൽ നിന്നും താൻ ഭാവമാകുന്ന ഊഞ്ഞാലിലേക്ക് മാറിപ്പിടിക്കണം. ആ ഊഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, അതിലാരുമില്ല. ഞാൻ ഭാവമാകുന്ന ഊഞ്ഞാലിൽ നിങ്ങൾ ആടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ താൻ ഭാവമാകുന്ന ഊഞ്ഞാൽ അതിനടുത്ത് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഊഞ്ഞാലിൽ നിന്ന് പിടിവിടുന്നില്ല. ഈ ഊഞ്ഞാലിൽ നിന്ന് പിടിവിട്ട് ആ ഊഞ്ഞാലിൽ പിടിക്കണം. അത്രയേ ഉള്ളൂ. സത്സംഗത്തിലൂടെ ആ ഊഞ്ഞാലിൻ്റെ അടുത്തേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. ഞാൻ ഭാവമാകുന്ന ഊഞ്ഞാലിൽ നിങ്ങൾ സദാ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഈ തരത്തിലുള്ള സത്സംഗ ശ്രവണത്തിലൂടെ ആ താൻ ഭാവമാകുന്ന ഊഞ്ഞാൽ ഞാൻ ഭാവമാകുന്ന ഊഞ്ഞാലിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്.
ഞാൻ ഭാവമാകുന്ന ഊഞ്ഞാൽ ആടി വരുമ്പോൾ താൻ ഭാവമാകുന്ന ഊഞ്ഞാലും അതിനടുത്ത് വരുന്നുണ്ട്. കൈ നീട്ടിയാൽ എത്തിപ്പിടിക്കാവുന്ന തരത്തിൽ തൊട്ടടുത്തെത്തുന്നുണ്ട് എപ്പോഴും. പക്ഷേ നമ്മൾ റെഡിയല്ല, നമ്മൾ അതിലേക്ക് കൈ നീട്ടുന്നില്ല. എന്തുകൊണ്ട്? അറിവില്ലാത്തത് കൊണ്ട്, അറിയുന്നില്ല, അത്രയേ ഉള്ളൂ. നിരന്തര ശ്രവണത്തിലൂടെ ആ ബോധത്തിലേക്ക് നിങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ, അതാണ് ഉദാഹരണങ്ങളിലൂടെ പറയുന്നത്. ഈ കയറിൽ കണ്ട പാമ്പിനെ പോലെയാണ് എന്നിലെ ഞാൻ. പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അറിവിലേക്കുണരുമ്പോൾ അധ്യസ്ഥ അഹേരഭാവേന, അധ്യസ്ഥമായ ഈ പാമ്പിൻ്റെ അഭാവത്താൽ, ആ പാമ്പിൻ്റെ അഭാവം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അറിവിലൂടെ. ഏതിൻ്റെ അറിവിലൂടെ? കയറിനെ കുറിച്ചുള്ള അറിവിലൂടെ. കയറിനെ കണ്ടിട്ട് കയറാണെന്നറിയാതിരുന്നത് കൊണ്ടാണ് ആ കയറിൽ അധ്യസ്ഥ സർപ്പം, ആരോപിക്കപ്പെട്ട സർപ്പം, ഇല്ലാത്ത സർപ്പം ഉള്ളതുപോലെ പ്രകാശിച്ചു. അതാണ് മിഥ്യ. രജ്ജുരഭാവേന രജ്ജുരേവാവശിഷ്യതേ. അല്ല, അഹേരഭാവേന, ആ പാമ്പിൻ്റെ ഇല്ലായ്മയാൽ അവശേഷിക്കുന്നത് രജ്ജു, കയറു മാത്രം. ആ രജ്ജു സർപ്പം എങ്ങനെയാണ് ഇല്ലാതാകുന്നത്? അറിവിലൂടെ, സത്സംഗത്തിലൂടെ കേട്ട് 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 കേട്ട്. രാത്രിയിൽ ഇരുട്ടത്ത് ഒരു സ്ഥലത്തു കൂടെ പോകുന്ന അവസരത്തിൽ അവിടെ ഒരു ഭൂതം നിൽക്കുന്നത് പോലെ തോന്നി. എന്തുകൊണ്ടാണ്? കൊല വെട്ടിയ വാഴ അങ്ങനെ നിൽക്കുകയാണ്. ബാക്കിയെല്ലാം മുറിച്ചു കഴിഞ്ഞു, വാഴയുടെ കുറ്റി മാത്രം അവിടെ നിൽക്കുന്നു. രാത്രിയിൽ കണ്ടപ്പോൾ അത് ഒരു ഭൂതത്തെ പോലെ തോന്നി. സ്ഥാണുപുരുഷൻ, കുറ്റിയിൽ കാണുന്ന പുരുഷൻ, അതൊരു ഭൂതത്തെ പോലെ തോന്നി. അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അതൊരു കുറ്റിയാണ്, അല്ലെങ്കിൽ വാഴയാണ്, കൊല വെട്ടിയ വാഴയുടെ പകുതിയാണ് അവിടെ നിൽക്കുന്നത് എന്ന് കാണുമ്പോൾ അതുവരെ നമുക്കുണ്ടായിരുന്ന ഭയം ഇല്ലാതാകുന്നത് പോലെ തന്നിലെ ഞാൻ ഈ തരത്തിലുള്ള സത്സംഗങ്ങളിലൂടെ കേട്ട് കേട്ട് ഇല്ലാതാകണം. അതിനു മുൻപ് ശങ്കരാചാര്യസ്വാമികൾ അദ്വൈതാനുഭൂതിയിൽ നമ്മെ ബോധിപ്പിച്ചത് ഈശ്വര രൂപങ്ങളെക്കുറിച്ച് പറഞ്ഞു. ചെമ്പിലുണ്ടാക്കിയിരിക്കുന്ന കൃഷ്ണൻ്റെയോ ശിവൻ്റെയോ രൂപം നമ്മൾ കാണുമ്പോൾ ആ കാണപ്പെടുന്ന രൂപം ഉള്ളതേ അല്ല. ഉള്ളതായിട്ടുള്ളത് അതിലെ ചെമ്പ് മാത്രം, അല്ലെങ്കിൽ ഇരുമ്പ് മാത്രം, അല്ലെങ്കിൽ സ്വർണം മാത്രം, അല്ലെങ്കിൽ തടി മാത്രം. അല്ലേ? ആ തടിയിലുണ്ടാക്കിയിരിക്കുന്ന ഒരാന, മതയാന, ആനയെ കാണുമ്പോൾ ഇതെന്താണ് എന്ന് ചോദിച്ചാൽ ആന എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ ഇത് ആനയാണോ? ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കി, ഇത് ആനയാണോ, ഇതൊരു തടിയല്ലേ എന്ന് നിങ്ങളെ അങ്ങോട്ട് ബോധിപ്പിച്ചാൽ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആന അപ്രത്യക്ഷമാകുന്നു. ആന അപ്പോഴും അവിടെ ഉണ്ട്, പക്ഷേ ആ ആന അപ്രത്യക്ഷമാകുന്നു. നിങ്ങൾ ആ ആനയിൽ തടിയെ കാണുന്നു. മരത്തെ മറൈത്തത് മതയാனை മാമതയാனை, മരത്തുൾ മറൈന്തത് മാമതയാனை. ഗുരു നിങ്ങളെ ബോധിപ്പിച്ചു, ഇത് ഞാനാണ് പണിഞ്ഞത്, ഇത് വെറും തടിയാണ്. ആ തടിയിൽ ആനയുടെ രൂപം കൊത്തിവെച്ചിരിക്കുകയാണ്. ഇത് ആനയെയല്ല, തടിയാണ് എന്ന് ബോധിപ്പിക്കുമ്പോൾ ആനബുദ്ധിയിൽ നിന്ന് നിങ്ങൾ തടി ബുദ്ധിയിലേക്ക് ഉണരുമ്പോൾ ആന ഉള്ളപ്പോൾ തന്നെ ആ ആന മറഞ്ഞു പോകുന്നു. അതുപോലെ ഈ തരത്തിലുള്ള സത്സംഗം കേട്ട് 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 ഞാൻ ഉള്ളപ്പോൾ തന്നെ
ഈ ഞാൻ മറഞ്ഞ് തന്നിലെ താൻ പ്രകാശിക്കണം. തന്നിലെ ഞാൻ മറഞ്ഞു പോകണം. എപ്പോൾ? ഉള്ളപ്പോൾ തന്നെ. ആന ഉള്ളപ്പോൾ തന്നെ അത് തടിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ, നിങ്ങൾക്ക് ബോധ്യപ്പെടണം. തടിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ ആന ഉള്ളപ്പോൾ തന്നെ ആ ആന മറഞ്ഞ് അതിൽ നിങ്ങൾ തടിയെ കാണുന്നത് പോലെ, തടി ബുദ്ധിയിലേക്ക് ഉണരുന്നത് പോലെ നിങ്ങൾ ഞാനായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ഉള്ളപ്പോൾ തന്നെ ഞാനിൽ തന്നിലെ തന്നെ കാണാതെ കാണണം. തടിയാനയിൽ തടിയെ കാണുന്നത് പോലെ തന്നിലെ ഞാൻ ഭാവത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഞാനിൽ ഉള്ളതായിട്ടുള്ള തന്നിലെ തന്നെ കാണാതെ കാണണം. അന്നു മാത്രമേ നിങ്ങൾക്ക് ആധ്യാത്മികതയിലേക്ക് ഉയരാൻ സാധിക്കൂ. ഇതിന് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട. വേണോ? തടിയാനയിലെ തടിയെ കാണുന്നതിന് MA പാസ്സാകണോ? PhD വേണോ? IAS വേണോ? വേണ്ടല്ലോ. തടിയാനയിൽ ആനയെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് തടിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ആന ഉള്ളപ്പോൾ തന്നെ ആ തടിയാനയിൽ തടിയെ മാത്രം കാണാൻ കഴിയുന്ന അറിവ് തലത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നത് പോലെ, അതിനാർക്കെങ്കിലും പ്രയാസമുണ്ടോ? അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിലെ ഞാൻ ഭാവത്തിൽ നിന്ന് നിങ്ങളെ താൻ ഭാവത്തിലേക്ക് ഉദ്ധരിപ്പിക്കണം. ഞാൻ ഭാവം ഉള്ളപ്പോൾ തന്നെ ആ ഞാനിൽ മറയപ്പെട്ടിരിക്കുന്ന തന്നിലെ തന്നെ കാണാതെ കാണണം. അതാണ് സത്യം. തടിയാനയിൽ തടി മാത്രമാണ് സത്യം. അതിൽ കാണപ്പെടുന്ന ആന ഉള്ളതുപോലെ ഉള്ളതാണ്, ഉള്ളതേയല്ല. അതാണ് ഇതിന് മുൻപത്തെ പദ്യം നമ്മെ ബോധിപ്പിച്ചത്. എന്താ? താമ്രകൽപ്പിത ദേവാദി താമ്രാദന്യ ഇവ സ്ഫുരേത്. ചെമ്പിൽ പണിഞ്ഞു വച്ചിരിക്കുന്ന ആ ഈശ്വര വിഗ്രഹം ചെമ്പല്ലാതെ മറ്റൊന്നുമല്ല. തടിയാനയുടെ ഉദാഹരണം പറഞ്ഞപ്പോൾ കുറെ കൂടെ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ എന്നിട്ട് പറയുകയാണ്, പ്രതിഭാസ്യാദി രൂപേണ തഥാ ആത്മോത്ഥമിതം ജഗത്. ഈ കാണപ്പെടുന്ന ജഗത്ത് മുഴുവനും, ഈ പ്രപഞ്ചം മുഴുവനും, ഈ പ്രപഞ്ചത്തിലെ നാമരൂപാദികൾ മുഴുവനും ഈ ആത്മചൈതന്യത്തിൽ ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. തടിയിൽ കാണപ്പെടുന്ന ആനയെപ്പോലെ, ചെമ്പിൽ കാണപ്പെടുന്ന വിഗ്രഹങ്ങൾ പോലെ, മണ്ണിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചട്ടി, കലം, പാന, അടപ്പിയട്ടി എന്തെല്ലാമാണോ ആ നാമരൂപാദികൾ പോലെ. ആ നാമരൂപാദികളൊന്നും സത്യമേ അല്ല. സത്യമായിട്ടുള്ളത് മണ്ണു മാത്രം. ബാക്കിയെല്ലാം വാചാരംഭണം വികാരോ നാമധേയം മൃത്തികേത്യേവ സത്യം. മൃത്തിക, മണ്ണു മാത്രം സത്യം. ബാക്കിയുള്ളതെല്ലാം വാക്കുകൾ കൊണ്ടുള്ള പ്രയോഗങ്ങൾ മാത്രം. ചട്ടി, കലം, പാന, ഇല്ലേ, അടപ്പിയട്ടി എന്നൊക്കെ എന്തു പറഞ്ഞാലും ശരി. അതുപോലെ തന്നെ നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ ഇതെല്ലാം അണിഞ്ഞിരിക്കുന്നു. മാല, വള, കമ്മൽ, കൊലുസ്, കുണ്ടലം, ഇതെല്ലാം സ്വർണം മാത്രം. അതിൽ ഉള്ളതുപോലെ കാണപ്പെടുന്ന നാമരൂപാദികൾ ഉള്ളതേയല്ല.
നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന മാലയെ അല്ല, പിന്നെന്താണ്? സ്വർണം മാത്രം. അതാണ് സുവർണാത് ജായമാനസ്യ സുവർണത്വം ച ശാശ്വതം. അതുപോലെ ബ്രഹ്മണോ ജായമാനസ്യ ബ്രഹ്മത്വം തഥാ ഭവേത്. ആ ബ്രഹ്മത്തിൽ ഉള്ളതുപോലെ കാണപ്പെടുന്ന ഈ പ്രപഞ്ചത്തിലെ സർവ നാമരൂപാദികളും സർവ വിഷയങ്ങളും സ്വർണത്തിലുള്ളതുപോലെ കാണപ്പെടുന്ന ആഭരണാദികളുടെ നാമരൂപങ്ങൾ എങ്ങനെ ഇല്ലാത്തതാണോ അതുപോലെ ഈ പ്രപഞ്ചത്തിലെ സർവനാമരൂപാദികളും സർവ വിഷയങ്ങളും ബ്രഹ്മത്തിൽ ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. സത്യമായിട്ടുള്ളത് ആ ബ്രഹ്മം മാത്രം. ആ ബ്രഹ്മത്തെ എങ്ങനെ കാണാനൊക്കുമോ? എന്താ കാണാനൊക്കാത്തത്? തന്നിലെ താൻ, ആ തന്നിലെ താൻ തന്നെയാണ് കുറേ കൂടെ വിപുലമായിട്ട് തന്നിലെ ഞാനായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. കുറേ കൂടെ ചുരുങ്ങി താനായിട്ട് മാറിയിരിക്കുന്നു. താൻ കുറേ കൂടെ ചുരുങ്ങുമ്പോൾ ഈശ്വരനായിട്ട് മാറും, ബ്രഹ്മമായിട്ട് മാറും. ഉള്ളിലോട്ട് പോകും തോറും പുറത്തോട്ട് വികസിക്കുമ്പോൾ നാമരൂപാദികളായിട്ട് മാറുന്നു. ദാറ്റ് ഈസ് പ്രപഞ്ചം. അപ്പോൾ വേണ്ടത് ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഏറ്റവും പെട്ടെന്ന്, ഏറ്റവും അടുത്ത നിമിഷത്തിൽ, കാരണം എന്താണ്? ജാതസ്യ ഹി ധ്രുവോർ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച. ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും ഉറപ്പ്. എപ്പോഴാണെന്നുള്ളത് മാത്രം പറയാനൊക്കില്ല. അത് ഓരോരുത്തരുടെയും ഉള്ളിൽ എഴുതി വച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ വെടിത്തീരും. അത് സ്വാമിയാണെങ്കിലും ശരി, ആസാമിയാണെങ്കിലും ശരി, രാജാവായാലും ശരി, മന്ത്രിയാണെങ്കിലും ശരി, അവധൂതനായാലും ശരി, എല്ലാവർക്കും കൃത്യമായിട്ട് സമയം എഴുതി വച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ അലാറം കൊടുത്തു വച്ചിരിക്കുന്ന, കീ കൊടുത്തു വച്ചിരിക്കുന്ന ടൈം പീസിലെ അലാം എങ്ങനെയാണോ അടിക്കുന്നത് അതുപോലെ ഈ ശരീരത്തിൽ നിന്ന് ശരീരം, ആ ജീവൻ വിട പറഞ്ഞിരിക്കും. അതിന് മുൻപ് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അറിവിലേക്ക് നിങ്ങളെ മാറ്റി പ്രതിഷ്ഠിക്കണം. അത് നാളെ ആകട്ടെ എന്ന് വയ്ക്കരുത്. കാരണം എന്താ? ഇന്ന് വെടിതീരാനുള്ള സമയമാണ് നിങ്ങളുടെ ഉള്ളിൽ എഴുതിയിട്ടുള്ളത് എങ്കിൽ, രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ഭാവത്തിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിച്ച് അതിൽ ഉറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്ഥിരപ്പെടുത്തണം. എങ്ങനെ സ്ഥിരപ്പെടുത്തും? ഉറച്ച വിശ്വാസം, ദൃഢവിശ്വാസം. ഈ കേട്ടുകൊണ്ടിരിക്കുന്നതിലൂടെ ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എന്നിലെ താനാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് കേട്ട് ആ ബോധത്തിലേക്ക് നിങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തീരുമാനിക്കാം, യെസ്, ഇറ്റ് ഈസ് ഡെഫിനിറ്റ്. ഉറച്ചു കഴിഞ്ഞു. എവിടുന്നാണ് മാറുന്നത്? പിന്നെ ഞാൻ അതാണെന്ന് ബോധിച്ചിട്ടുള്ള ഒരാൾ പിന്നെ ആ സ്വാമി പറയുന്നത് ചുമ്മാ അല്ല, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആര് പറഞ്ഞാലും അതിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ കഴിയില്ല. നിങ്ങൾക്ക് ബോധ്യപ്പെടണം. ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന എന്നിലെ താൻ, എന്നിലെ ജാഗ്രത അവസ്ഥയെയും സ്വപ്നാവസ്ഥയെയും സുഷുപ്തി അവസ്ഥയെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് എന്നിൽ പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യം സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ സർവേശ്വര ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ബോധ്യപ്പെട്ട് ആ ഭാവത്തിലേക്ക് ആരാണോ തന്നെ ഉദ്ധരിപ്പിച്ച് അതിൽ സ്ഥിതി ചെയ്യിച്ചിട്ടുള്ളത്, തൻ്റെ പ്രജ്ഞയെ അതിൽ സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്, അവനെയാണ് സ്ഥിരപ്രജ്ഞൻ എന്ന് പറയുന്നത്.
ആരുടെ പ്രജ്ഞയാണോ അതിൽ സ്ഥിതി നേടിയിട്ടുള്ളത് അവനെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. ആ നിലയിൽ കഴിയുന്ന ആളിൻ്റെ ജീവൻ ഏതവസ്ഥയിൽ പിരിഞ്ഞാലും, രോഗാവസ്ഥയിൽ അതികഠിനമായിട്ട് നിലവിളിച്ചുകൊണ്ടാണ് ആ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിയുന്നത് എങ്കിലും അതിനു മുൻപ് അയാൾ തൻ്റെ ശ്രദ്ധയെ അതിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ ഉറച്ച സ്ഥിതി വരുത്തിയിട്ടുണ്ടെങ്കിൽ, തൻ്റെ പ്രജ്ഞ അതിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവൻ സ്ഥിരപ്രജ്ഞനായിട്ടുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ട് ശരീരം വെടിയേണ്ടി വന്നാലും അവന് പുനർജന്മമുണ്ടാവില്ല. എന്തുകൊണ്ടുണ്ടാവില്ല? അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ താൻ എന്താണോ എന്നറിഞ്ഞ് അതിൽ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു, സ്ഥിരപ്പെടുത്തി കഴിഞ്ഞു. അതിന് ഒരുത്തരുടെയും അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കരുത്. ഞാൻ ഭർത്താവിൻ്റെ അനുവാദം വാങ്ങിച്ചിട്ടേ അത് ചെയ്യൂ എന്നൊന്നും ആരും വിചാരിക്കരുത്. ഭർത്താവ് മരിക്കുന്ന സമയത്ത്, ഭാര്യ മരിക്കുന്ന സമയത്ത് ഭർത്താവ് കൂടെ വരുമോ? ഏതെങ്കിലും ഭർത്താവ് കൂടെ വരുമോ? മരണസമയത്ത് നിങ്ങളെ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് നിങ്ങളുടെ ഭർത്താവിന് ചൂണ്ടിക്കാണിച്ച് നയിക്കാൻ കഴിയുമോ? കഴിയില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനെ നയിക്കാൻ കഴിയുമോ? കഴിയില്ല. ആർക്കാ കഴിയുന്നത്? അവനവന് മാത്രം. ഓരോരുത്തർക്കും കഴിയും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ നയിക്കാൻ കഴിയും. അതാണ് ഉദ്ധരേതാത്മനാത്മാനം. ചുമ്മാ വെറുതെ കേട്ടാൽ മാത്രം പോരാ. നിങ്ങളിലെ ഞാനിൽ നിന്ന് വിടർത്തി നിങ്ങളിൽ തന്നെയുള്ള ആ താനിലേക്ക് ഉദ്ധരിപ്പിച്ച് നിർത്തണം. അതറിയണം. ആ അറിവ് ഉൾക്കൊള്ളണം. ആ അറിവിൽ സ്ഥിതി നേടണം. ആ അറിവിൽ സ്വയം വിരാജിക്കണം, സ്വയം പ്രകാശിക്കണം സദാ. അപ്പോഴാണ് ഒരാൾ സദാ ശിവമാകുന്നത്. അത് ശിവം, മംഗളസ്വരൂപം. ആരാ? തന്നിലെ താൻ. അത് ഹിന്ദുവിലെ താനായാലും ശരി, ക്രിസ്ത്യാനിയിലെ താനായാലും ശരി, മുസൽമാനിലെ താനായാലും ശരി, മംഗളസ്വരൂപം ശിവം. അത് പട്ടിയിലായാലും ശരി, പൂച്ചയിലായാലും ശരി, മംഗളസ്വരൂപം ശിവം. ശിവനെ അല്ല ഉദ്ദേശിക്കുന്നത്, ശിവം, മംഗളസ്വരൂപം. ആ ചൈതന്യം പട്ടിയിൽ നിന്ന് പിരിഞ്ഞാൽ എന്താ? ശവം. മനുഷ്യനിൽ നിന്ന് പിരിഞ്ഞാൽ ശവം. സ്വാമിയിൽ നിന്ന് പിരിഞ്ഞാൽ ശവം. ഇരിക്കുമ്പോൾ ശിവം. ഇരിക്കുമ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ് ഈ ശവമാകാൻ പോകുന്ന ശരീരമല്ല ഞാൻ, ഈ ശരീരത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ശിവമാണെന്നുള്ള ബോധത്തിലേക്ക് ഉണർന്ന് ആരാണോ സദാസമയവും ശിവോഹം 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 എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് ആ ഭാവത്തിൽ ലീനനായിരിക്കുന്നത്, അവർക്ക് മാത്രമേ അതിലേക്ക് ഉയരാൻ സാധിക്കൂ. സ്വാമി, മന്ത്രം ചൊല്ലാതിരുന്നാൽ അതിലേക്ക് ഉയരാൻ സാധിക്കില്ലേ? നിശ്ചയമായിട്ടും സാധിക്കും. മന്ത്രം ചൊല്ലണമെന്ന് നിർബന്ധമൊന്നുമില്ല. മന്ത്രം ചൊല്ലാതിരിക്കുമ്പോൾ ഏത് ഭാവത്തെയാണോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ ഭാവം നിങ്ങളുടെ ഉള്ളിൽ സദാ പ്രകാശിച്ച് നിൽക്കുമെങ്കിൽ മന്ത്രം ചൊല്ലേണ്ട കാര്യമില്ല. ശിവം, ആ മംഗളസ്വരൂപം, ആ പ്രകാശസ്വരൂപം നിങ്ങളുടെ ഉള്ളിൽ സ്വയം പ്രകാശിച്ച് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് മന്ത്രത്തിൻ്റെ സഹായമില്ലാതെ ആ ഭാവം നേരിട്ട് നിലനിർത്താൻ സാധിക്കുമെങ്കിൽ മന്ത്രത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ നേരിട്ട് ആ ഭാവം നിലനിർത്താൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ മന്ത്രം ചൊല്ലിയിരിക്കുന്നത്. അജ്ഞാനാം ഭാവനാർത്ഥായ.
പ്രതിമ കൽപ്പിച്ചിരിക്കുന്നത് പോലെ. അജ്ഞാനാം ഭാവനാർത്ഥായ പ്രതിമ പരികൽപ്യത. അതുപോലെയാണ് ഈ മന്ത്രവും. കേൾക്കുന്നതിലൂടെ സദാസമയവും തന്നിൽ പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപത്തെ ഭാവനയിലൂടെ സദാ നിലനിർത്താൻ കഴിയുന്നയാളിന് മന്ത്രം ആവശ്യമില്ല. ഇല്ലാത്തവർക്ക് ഈ മന്ത്രം ചൊല്ലുന്നത് സഹായകമായിരിക്കും. ഒരു ഊന്നുവടി പോലെ. മന്ത്രം വെറും ഒരു ഊന്നുവടി മാത്രം. ശിവോഹം 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 എന്ന് പറയുമ്പോൾ എന്താ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഭാവം? ഈ നാമരൂപധാരിയായ ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ താൻ എന്നുള്ള ബോധം നിങ്ങളുടെ ഉള്ളിൽ സ്വയം ജ്വലിച്ചു നിൽക്കണം. ആ ഭാവം ജ്വലിച്ച് നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ശ്രമം ഏതുപോലെ അഗ്നിയില്ലാത്ത ചാരത്തിലേക്ക് നെയ്യൊഴിക്കുന്നത് പോലെ വൃഥാവിലാവും. അഗ്നികെട്ട ഹോമകുണ്ഡത്തിലേക്ക് നെയ്യർപ്പിക്കുന്നത് പോലെ. അപ്പോൾ വേണ്ടത് ഭാവം. ആ ഭാവം ജ്വലിച്ചു നിൽക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ അതിൽ തന്നെ പ്രകാശിച്ചു നിൽക്കണം. ഞാൻ ഈ നാമരൂപധാരിയായ ഞാനല്ല. ഇത് എല്ലാവരും സദാസമയവും ഓർത്ത് ആ ഭാവത്തിൽ തന്നെ നിങ്ങളെന്ത് കർമ്മം ചെയ്യുമ്പോഴും നിങ്ങൾ ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാനല്ല, രണ്ടിനെയും നിങ്ങൾ കാണണം. ഏത് കർമ്മം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞാനും താനുമുണ്ട്. ഞാൻ കർമ്മത്തിലേർപ്പെട്ടിരിക്കുന്നു, താൻ സാക്ഷിയായിരിക്കുന്നു. ആ കർമ്മത്തിലേർപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ സാക്ഷിയിൽ നിലനിർത്തുക. എപ്പോഴും സാക്ഷിയിൽ നിലനിർത്തുക. ആ ശീലം നിങ്ങളിൽ തുടർന്നുണ്ടായിരുന്നാൽ നിങ്ങൾക്ക് ആധ്യാത്മികതയിലേക്ക് വളരെ എളുപ്പത്തിൽ ഉയരാൻ സാധിക്കും. 69ാമത്തെ മന്ത്രം കഴിഞ്ഞു. 69ാമത്തെ മന്ത്രത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അധ്യസ്ഥാഹേരഭാവേന രജ്ജുരേവാവശിഷ്യതേ തഥാ ജഗദഭാവേന സദാ ആത്മൈവാവശിഷ്യതേ. കയറിൽ കാണപ്പെട്ട പാമ്പ് ഇല്ലാതായാൽ അവിടെ എന്താ അവശേഷിക്കുന്നത്? കയറ് മാത്രം, അല്ലേ? കയറിനെ കാണാത്തത് കൊണ്ട് ആണ് ആ കയറിൽ സർപ്പത്തെ കണ്ടത്. ആ കണ്ട സർപ്പം ഉള്ളതേ അല്ല, ഉള്ളതുപോലെ. മിഥ്യാസർപ്പം, അധ്യസ്ഥ സർപ്പം. അതിൻ്റെ അഭാവത്തിൽ, അതില്ലെങ്കിൽ അവിടെ എന്താ ഉള്ളത്? കയറു മാത്രം. അതുപോലെ ഈ കാണപ്പെടുന്ന ജഗത്തിലെ നാമരൂപാദികൾ മുഴുവനും ഏതുപോലെ സ്വർണത്തിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന വിവിധങ്ങളായ നാമരൂപാദികളോടുകൂടിയ ആഭരണങ്ങളെ പോലെ, ആഭരണങ്ങളുടെ നാമരൂപാദികളെ പോലെ ഈ പ്രപഞ്ചത്തിലെ സർവ വിഷയങ്ങളിലെ നാമരൂപാദികളും ആ ബ്രഹ്മത്തിൽ ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. സ്വർണത്തിൽ ഉള്ളതുപോലെ കാണപ്പെടുന്ന ആഭരണങ്ങളിലെ നാമരൂപാദികൾ പോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ സർവ വിഷയങ്ങളുടെയും നാമരൂപാദികൾ. സ്വർണ്ണാഭരണങ്ങളിലെ നാമരൂപാദികൾ ഉള്ളതേ അല്ല, ഇല്ലാത്തതാണ് എന്ന ബോധത്തിലേക്ക് ഉണർന്ന ഒരാൾ ആ ആഭരണങ്ങളിൽ എന്താ കാണുന്നത്? സ്വർണം മാത്രം. അതിനും MA ഡിഗ്രിയുടെ ആവശ്യമില്ല, വലിയ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമില്ല. ഏതൊരാളിനും പറഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. സുവർണാധ്യായമാനസ്യ സുവർണത്വം ച ശാശ്വതം. ഇത് അന്നപൂർണോപനിഷത്തിലുള്ളതാണ്. സുവർണാധ്യായമാനസ്യ സുവർണത്വം ച ശാശ്വതം. സ്വർണത്തിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന
ആഭരണങ്ങളിൽ ഉള്ളതായിട്ടുള്ളത്, ശാശ്വതമായിട്ടുള്ളത് സ്വർണം മാത്രം. അതുപോലെ ബ്രഹ്മണോ ജായമാനസ്യ, ബ്രഹ്മത്തിൽ ഉള്ളതുപോലെ കാണപ്പെടുന്ന ഈ പ്രപഞ്ചത്തിലെ നാമരൂപാദികൾ മുഴുവനും, ഈ മൈക്കായാലും ശരി, കപ്പായാലും ശരി, മേശയായാലും ശരി, വണ്ടിയായാലും ശരി, മരമായാലും ശരി, വിമാനമായാലും ശരി, ചന്ദ്രനായാലും ശരി, സൂര്യനായാലും ശരി, എല്ലാം ബ്രഹ്മത്തിൽ ഉള്ളതുപോലെ കാണപ്പെടുന്ന നാമരൂപാദികൾ മുഴുവനും ഏതുപോലെയാണ്? സ്വർണത്തിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ആഭരണങ്ങളിലെ നാമരൂപാദികൾ പോലെ മാത്രം. സ്വർണത്തിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന നാമരൂപാദികളിലെ, ആഭരണങ്ങളിലെ നാമരൂപാദികൾ ഉള്ളതേയല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ് എന്ന അറിവിലേക്ക് ഉണരുന്ന ആൾ ആ നാമരൂപാദികളോടുകൂടിയ ആഭരണങ്ങളിൽ കാണുന്നത് സ്വർണം മാത്രം. അതുപോലെ ഈ പ്രപഞ്ചത്തിലെ നാമരൂപാദികൾ മുഴുവനും സ്വർണ്ണാഭരണങ്ങളിൽ കാണപ്പെടുന്ന നാമരൂപാദികൾ പോലെ ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ് എന്ന അറിവിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ അതിനാധാരമായിട്ടുള്ളത് ബ്രഹ്മം മാത്രം. ആ ബ്രഹ്മത്തിൽ ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. ആ ബ്രഹ്മം എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ ഉള്ളിലും പുറത്തും അതുതന്നെയാണ്. നമുക്കതിനെ കാണണമെങ്കിൽ ഉള്ളിലോട്ട് ചുരുങ്ങി പോകുമ്പോഴാണ് നമുക്കതിലെത്താൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഞാനിൽ നിന്ന് താനിലേക്ക് നമ്മെ നയിച്ചപ്പോൾ നാം അവിടെ എത്തി. ആ താൻ എന്ന് പറയുന്നത് ആ ബ്രഹ്മം തന്നെ. അത് മായോപഹിത ചൈതന്യമായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് അതിനെ നാം ഈശ്വരത്വം നൽകി ഈശ്വരൻ എന്ന് പറയുന്നത്. മായാമുക്തമാകുമ്പോൾ ബ്രഹ്മം. അതുപോലെ ഈ പ്രപഞ്ചത്തിലെ നാമരൂപാദികൾ മുഴുവനും ആ ബ്രഹ്മത്തിൽ സ്വർണത്തിലുള്ളതുപോലെ കാണപ്പെടുന്ന ആഭരണങ്ങളിലെ നാമരൂപാദികൾ മാത്രം. ഇതൊക്കെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ വളരെ പാടായിരിക്കും, പക്ഷേ വളരെ എളുപ്പവുമാണ്. ആഭരണങ്ങളുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല, അല്ലേ? ആഭരണങ്ങളിലെ മാല എന്ന് പറയുന്നത്, ഇട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മാല, ഒരു കുഞ്ഞ് ജനിച്ചാൽ എന്ത് പറയുന്നു? അരിഞ്ഞാണം ഉണ്ടാക്കണം. ഉടനെ മാല ഊരി ഭർത്താവിൻ്റെ അടുത്ത് കൊടുത്ത് ഇത് കൊണ്ടുപോയി കൊടുത്ത് ഒരു അരിഞ്ഞാണം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയും. ഭർത്താവ് ഉടനെ പോയി മാല ഉരുക്കി അരിഞ്ഞാണമാക്കുന്നു. ഇന്നലെ വരെ മാലയായിരുന്ന സ്വർണം ഇന്ന് അരിഞ്ഞാണമായിട്ട് കൊച്ചിൻ്റെ അരയിൽ കിടക്കുന്നു. അപ്പോൾ ഇന്നലത്തെ മാല എന്ന് പറയുന്ന നാമവും രൂപവും ഉള്ളതേയല്ല, ഉള്ളതുപോലെ കാണപ്പെട്ടിരുന്നതാണ്. ഇന്ന് അത് കൊച്ചിൻ്റെ അരയിൽ അരിഞ്ഞാണമെന്ന നാമത്തോടും രൂപത്തോടും കൂടി കിടക്കുന്നു. മാറ്റം. പക്ഷേ മാലയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആധാരവസ്തു സ്വർണം. അതേ സ്വർണം തന്നെയാണ് അരഞ്ഞാണമായിരുന്നപ്പോഴും ആയിരിക്കുമ്പോഴും അതിലുള്ളത്. അധിഷ്ഠാന വസ്തു, ആധാരവസ്തു. അതുപോലെയാണ് ഈ കാണപ്പെടുന്ന നാമരൂപാദികൾ, പ്രപഞ്ചത്തിലെ നാമരൂപാദികൾ മുഴുവനും ആ ആധാരവസ്തുവിൽ ഉള്ളതുപോലെ കാണപ്പെടുന്ന വെറും നാമരൂപാദികൾ മാത്രം. മണ്ണിലുണ്ടാക്കപ്പെട്ടിരിക്കുന്ന നാമരൂപാദികൾ, കലം, ചട്ടി, അടപ്പിയട്ടി, തൊട്ടി എന്ന് പറയുന്ന നാമരൂപാദികൾ മുഴുവനും മണ്ണു മാത്രം. സ്വർണത്തിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ആഭരണാദികളുടെ നാമരൂപാദികൾ മുഴുവനും സ്വർണം മാത്രം. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സർവ വിഷയങ്ങളിലും നാമരൂപാദികളായി കാണപ്പെടുന്ന സർവ വിഷയങ്ങൾക്കും ആധാരമായിട്ടുള്ളത് ആ ബ്രഹ്മം മാത്രം.
അതുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനാവലിമാലയിൽ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മസത്യം ജഗന്മിഥ്യ, ബ്രഹ്മം മാത്രം സത്യം, ഈ ജഗത്ത് മിഥ്യ. ഈ ജഗത്തെന്ന് പറയുന്നത് നാമരൂപാദികളായിട്ട് കാണപ്പെടുന്ന ഈ ജഗത്തിലെ സർവവും മിഥ്യ. അപ്പോൾ ആളുകൾ ചോദിക്കും, സ്വാമി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൈക്ക് മിഥ്യയാണോ? കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുട്ട് മിഥ്യയാണോ? കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളം മിഥ്യയാണോ? ഈ വസ്തുബോധത്തിലേക്ക് ഉണരാത്തിടത്തോളം കാലം അവന് ഇതൊക്കെ സത്യം അല്ലേ? നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സത്യബോധത്തിലേക്ക്, വസ്തുബോധത്തിലേക്ക് ഉണരാത്തിടത്തോളം കാലം അവർക്ക് പുട്ടു സത്യം, വെള്ളം സത്യം, വാഴയ്ക്കപ്പം സത്യം. എന്നാൽ വസ്തുബോധത്തിലേക്ക് ഉണർന്നവർക്ക് ഈ നാമരൂപാദികൾ അസത്യം, അതെല്ലാം ബ്രഹ്മം മാത്രം. പുട്ടും ബ്രഹ്മം, വാഴയ്ക്കാപ്പവും ബ്രഹ്മം, വെള്ളവും ബ്രഹ്മം. അതാണ് സർവം ഖലു ഇദം ബ്രഹ്മ, ബൃഹദാരണ്യകോപനിഷത്ത്. സർവം ഖലു ഇദം ബ്രഹ്മ. അതുകൊണ്ട് 69-ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞത് തഥാ ജഗദഭാവേന സദാ ആത്മൈവ അവശിഷ്യതേ, ആത്മൈവ അവശിഷ്യതേ, ആത്മാവ് മാത്രം, ആ ബ്രഹ്മം മാത്രം. നാരായണ ഗുരുദേവനൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു അല്ലേ? ശിലൈവ ശിവലിംഗം. ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞതുപോലെ ഞാൻ നാരായണ ഗുരുദേവനെ അനന്തര ശങ്കരനായിട്ടാണ് കാണുന്നത്. ശങ്കരാചാര്യ സ്വാമികൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മഹാമനീഷയാണ് നാരായണ ഗുരുദേവൻ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏകം സത്യം ന ദ്വിതീയം ഹ്യസത്യം ഭാതി സത്യവത്, ശിലൈവ ശിവലിംഗം ന ദ്വിതീയം ശില്പിനാകൃതം. ശില മാത്രമാണ് ശിവലിംഗം. അത് ശിവലിംഗ രൂപത്തിലായാലും ശരി, നടരാജ രൂപത്തിലായാലും ശരി, രൂപത്തോടു കൂടിയ ദേവനായാലും ശരി, രൂപമില്ലാത്ത ശിവലിംഗമായാലും ശരി, അത് ശില മാത്രം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ താമ്രകൽപ്പിത ദേവാദി താമ്രാദന്യ ഇവ സ്ഫുരേത് എന്ന് അദ്വൈതാനുഭൂതിയിൽ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് 70-ാമത്തെ മന്ത്രത്തിലേക്ക് കിടക്കുകയാണ്. മറ്റൊരു ഉദാഹരണമാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. സ്ഫടികം. സ്ഫടികേ രക്തത യദ്വത് ഉപാധേർ നീലത അംബരെ. സ്ഫടികത്തിലെ രക്തതയും ആകാശത്തിലെ നീല നിറവും ഉപാധികൾ മൂലമുണ്ടായിട്ടുള്ളതാണ്. സ്ഫടികത്തിൻ്റെ മുമ്പിൽ ഒരു ചെമ്പരത്തി പൂവ് വെച്ചാൽ ആ സ്ഫടികം ചുമപ്പായിട്ട് മാറും. ഒരു ചുമന്ന റിബൺ അല്ലെങ്കിൽ നീല റിബൺ കൊണ്ടുവച്ചാൽ ആ സ്ഫടികം നീലമായിട്ട് മാറും. അതുപോലെ ആകാശത്തിൻ്റെ നീലനിറവും ഉപാധിയാൽ ഉണ്ടായിട്ടുള്ളതാണ്. ആകാശത്തിലെ അന്തരീക്ഷത്തിൽ കൂടി സൂര്യരശ്മികൾ കടന്നു വരുമ്പോൾ ആ 7 നിറങ്ങളിലുള്ള നീല നിറം അന്തരീക്ഷത്തിലെ അണുക്കളാൽ ചിതറിപ്പോകുന്നു. നീല നിറം, ആ ചിതറിപ്പോകുന്ന നീല നിറമാണ് ആകാശത്തിൽ പ്രതിബിംബിക്കുന്നത്, നീല നിറമായിട്ട് കാണപ്പെടുന്നത്. അതിൻ്റെ പ്രതിഫലനമാണ് സമുദ്രത്തിലും കാണപ്പെടുന്നത്. അതെല്ലാം ഉപാധിസ്ഥമാണ്, ഉപാധിയാൽ ഉണ്ടായിട്ടുള്ളതാണ്. സ്ഫടികത്തിലുണ്ടാകുന്ന ചുമപ്പ് നിറവും
ആകാശത്തിൻ്റെ നീലനിറവും ഉപാധിയാൽ ഉണ്ടാകുന്നതാണ്. ആ ഉദാഹരണം നമുക്ക് അടുത്ത ഞായറാഴ്ച അതിൽ നിന്ന് തുടങ്ങാം. ഇത് വളരെ കഠിനമാണ്, എന്നാൽ വളരെ ലളിതവുമാണ്. ഈ അറിവിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉണർവ് സത്യസന്ധമായിട്ടും ഉണ്ടാകുന്നതിലേക്ക് വേണ്ടി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം. ഓ